ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് ഒരു പായസം ചെയ്തിട്ടുള്ളത്. മത്തങ്ങ വെച്ചിട്ടാണ് ഈ ഒരു പായസം ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് അരി വറുത്തെടുക്കുക. അരി വറുത്തത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പായസത്തിലിടാൻ അരി വറുത്തത് പൊടിക്കാനുള്ളത് കിട്ടില്ല എന്നതുകൊണ്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരി വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ മെഷർമെൻറ്റ് കറക്റ്റാക്കിയിട്ട് ഒരു ഗ്ലാസ് തന്നെ വറുത്തെടുക്കുക. അരി നല്ലതുപോലെ വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക. ഈ സമയം നമ്മൾ മത്തങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മത്തങ്ങയാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടി വെക്കാൻ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മത്തങ്ങയെ നമുക്ക് വെള്ളം ഊറ്റിക്കളയേണ്ടി വരും. അതുകൊണ്ട് തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. മത്തങ്ങ എല്ലാം തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഈ സമയം നമ്മൾ ബെല്ലം പാവ് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടാൻ വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മത്തങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മത്തങ്ങയുടെ ചെറിയ ചെറിയ പീസുകൾ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കുക. ആ നെയ്യിൽ ആ മത്തങ്ങ കടന്നിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടുന്ന ആ ഒരു സമയം നമുക്ക് വെല്ലപ്പാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 അച്ച് വെല്ലമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി കുറച്ച് സമയം ഈ വെല്ലപ്പാവിൽ കിടന്നിട്ട് മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ മധുരമൊക്കെ ആ മത്തങ്ങയിലേക്ക് നല്ലതുപോലെ ഇറങ്ങി ചെന്ന് നല്ലൊരു ടേസ്റ്റ് വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാലാണ് ഈ ഒരു പായസത്തിൽ ആഡ് ചെയ്യുന്നത്. രണ്ടാമതായി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരി വറുത്ത് പൊടിച്ച് അങ്ങനെ അതുകൂടി ആഡ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിലുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടി കുറുകിയ മാതിരി കിട്ടുകയും ചെയ്യും. അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ അരി വറുത്ത പൊടിച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരി വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അരിപ്പൊടി ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ കട്ട കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു മത്തങ്ങ പായസം വെള്ളം പോലെ അല്ലാണ്ട് ചെറിയൊരു കുറുക്കത്തോടു കൂടി കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം കുറുകിയ പൊടി തന്നെ വേണം ഈ ഒരു പായസം തയ്യാറാക്കേണ്ടത്. ഈ ഒരു അരിപ്പൊടി ചേർത്തുന്ന സമയം ഒരുപാട് കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക്. അല്ലെങ്കിൽ നമ്മുടെ പശുവും പാല് തിളപ്പിച്ചതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പായസത്തിലേക്ക് ഞാൻ 1 സ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഏലക്കാപ്പൊടി പഞ്ചസാര വെച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏലക്കാപ്പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും നല്ലൊരു ആ ഒരു ടേസ്റ്റ് തന്നെ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 1ാമത്തെ പാലാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു 1ാം പാൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല കുറുകിയ 1ാം പാലാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. പഴമയുടെ രുചിയിലുണ്ടാക്കിയ ഈ ഒരു പായസം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക. തുടർന്നും അടിപൊളി വീഡിയോസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു മത്തങ്ങ പായസം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഈ ഒരു പായസത്തിൽ ചെയ്യാനുള്ളത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലാത്തതുകൊണ്ട് മുന്തിരി മാത്രമാണ് നെയ്യിൽ വാട്ടിയിട്ട് ഇടുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നും ഒരേ രുചിയിൽ തന്നെ പായസം കുടിക്കണമെന്നില്ല. ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും.